ഗുഡ് ഈവനിങ് എവ്രി വൺ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മുളകിട്ട മീൻകറിയുടെ റെസിപ്പിയാണ്. മുളകിട്ട് വറ്റിച്ച് വെച്ചിരിക്കുന്ന നല്ല മത്തിക്കറി. വീഡിയോയിലേക്ക് പോയാലോ? നന്നായി ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയിട്ട് പൊട്ടിക്കാം. ചട്ടി ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടേ ഉലുവ ഇടാവുള്ളൂ, കാരണം പെട്ടെന്ന് കരിഞ്ഞു പോവും ഉലുവ. ഇനി ഒരു വലിയ ഉള്ളിയുടെ പകുതിയാണ് എടുക്കുന്നത്. അത് നന്നായി ചെറുതാക്കി കട്ട് ചെയ്തിട്ടാണ് എടുക്കേണ്ടത്. ഇനി അതൊന്ന് വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കരിഞ്ഞു പോകരുത്, ഫ്ലെയിം കുറച്ച് വെക്കണേ. ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ട് വരും. അപ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. കരിഞ്ഞു പോവാതെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് ബ്രൗൺ കളറായി വന്നതിന് ശേഷമാണ് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒരു പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി സെറ്റായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ഫുൾ തക്കാളിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലെ പച്ചവെള്ളമൊക്കെ ഒന്ന് മാറി വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നവരെ ഇളക്കി കൊടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. മത്തി ഇഷ്ടമില്ലാത്ത അധികം ആളുകളൊന്നും ഉണ്ടാവില്ല. മത്തി ഇങ്ങനെ വറ്റിച്ച് കൂട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഇത് നമ്മൾ തലേന്ന് വെക്കണം. തലേ ദിവസം വെച്ചിട്ട് അതേപോലെ നമ്മൾ അടുപ്പിൽ തന്നെ വെച്ചാൽ മതി. എന്നിട്ട് നെക്സ്റ്റ് ഡേ ഇതൊന്ന് ചൂടാക്കിയിട്ട് കഴിക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. അത് മൊത്തം ആ ചട്ടി കിടന്നങ്ങ് വറ്റി കഴിഞ്ഞാൽ ചാറൊന്നും ഇല്ലാണ്ട് ആ ഒരു മീൻ മാത്രം നമ്മൾ ആ ഒരു ഗ്രേവിയോടുകൂടി, കുറച്ച് ഗ്രേവി, ആ തിക്ക് ഗ്രേവിയോടുകൂടിയൊക്കെ എടുത്ത് നല്ല ചൂട് ചോറും അല്ലെങ്കിൽ ദോശയ്ക്കോ അതല്ല പൊറോട്ടയ്ക്കോ നമുക്ക് ഏത് ഫുഡിൻ്റെ കൂടിയും പോകുന്നൊരു അടിപൊളി കറിയാണ്. ഇപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്തത്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് വേണം ആഡ് ചെയ്യാൻ. എരിവിനും അതുപോലെ നിങ്ങളുടെ മുളക് പൊടിയുടെ എരിവിനനുസരിച്ചിട്ടും വേണം ആഡ് ചെയ്യാൻ. ഇനി ഇതിലെ പച്ച വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും ഇതുപോലെ തന്നെ ഇതിലെ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നവരെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ പുളിക്ക് അനുസരിച്ചിട്ട് എടുക്കുക. അതുപോലെ നിങ്ങൾക്ക് എത്ര തിക്ക് വേണം, നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ട് വേണമെങ്കിൽ അങ്ങനെയും കൂടെ വെള്ളം ആഡ് ചെയ്യാം കേട്ടോ. പച്ചവെള്ളം ആഡ് ചെയ്യരുത്. മാക്സിമം നിങ്ങൾ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് ഒഴിക്കാൻ ശ്രമിക്കുക. ഇനി ഈ പുളിവെള്ളം മൊത്തം ഒഴിച്ചതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി തിളപ്പിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് പുളിയുടെ അളവൊക്കെ നോക്കിയിട്ട് എടുക്കുക. കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ഇനി ഇതൊന്ന് നന്നായി തിളച്ച് വരണം. അതുവരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് ഓപ്ഷണലാണ്. പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു രുചി ഉണ്ടാവും. ഒരുപാട് എരിവില്ലാത്ത പച്ചമുളകാണെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. നമ്മൾ ഈ മുളകിന് ഒരുപാട് എരിവില്ല കേട്ടോ. ഇനി ഇതൊന്ന് നന്നായി തിളച്ച് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം നന്നായി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മീനൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മീനൊക്കെ ഇതിൽ കിടന്ന് നന്നായി വെന്ത് കറിയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. ഭയങ്കര ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മീൻ കറിയാണ്. ചിലർ അതുപോലെ തിക്കിന് വേണ്ടിയിട്ട് മല്ലിപ്പൊടിയൊക്കെ ഇടും. അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ലാണ്ട് നമുക്ക് ഏറ്റവും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളി ടേസ്റ്റാണ്. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.